മോൾക്കുള്ളത്. മോളുടെ മീനിങ് അല്ല എനിക്കുള്ളത്. എൻ്റെ മീനിങ് എന്നാണ് മോൾക്കും എങ്കിൽ നമ്മൾ രണ്ടാളും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. ഒരാൾ വന്നപ്പോരെ. ഇപ്പോൾ ഒരു കുട്ടി ഇവിടെ നന്നായിട്ട് പാട്ട് പാടുന്നു എന്ന് വിചാരിച്ചു. എന്നെ കൊണ്ട് എത്ര വിചാരിച്ചാലും പാട്ട് പാടാൻ കഴിയില്ല. എനിക്ക് ആ കുട്ടിയോട് അസൂയ വേണ്ട, എനിക്ക് പാടാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വിഷമവും വേണ്ട. കാരണം ഞാൻ ഇങ്ങോട്ട് പാട്ട് പാടാൻ വന്നതല്ല. എൻ്റെ മിഷൻ വേറെയാണടാ, ആ കുട്ടിയുടെ മിഷൻ വേറെയാണ്. ഞാൻ എൻ്റെ ട്രാക്കിലാണ് പോകേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ട്രാക്കിലാണ് പോകേണ്ടത്. മടിയന്മാരായ മടിയന്മാർ മുഴുവനും എക്കാലത്തും പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്, വിധി എന്ന് പറയും അല്ലേ. ഇതൊക്കെ വിധിയാണെന്ന്. എന്നാൽ പഠിച്ചോൻ നമുക്ക് തരുന്നത് എന്താണെന്നറിയോ? നല്ലോണം ഓർമ്മിച്ചോളൂ. പഠിച്ചോൻ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് തരുന്നത്. ഒന്ന് കഴിവ്, അതിൻ്റെ കൂടെ അറിവും. രണ്ടാമത് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ. ഇത് രണ്ടുമാണ്. ഇത് രണ്ടും ഉപയോഗിച്ചു നിങ്ങൾക്ക് തന്ന കഴിവും നിങ്ങൾക്ക് കിട്ടിയ അറിവും ഉപയോഗിച്ച് നിങ്ങളുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ വിധി എന്താണ് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കണം. അതുകൊണ്ട് മടിയന്മാർ പറയുന്നതാ വിധി. നിങ്ങളുടെ വിധി നിങ്ങൾ തീരുമാനിക്കണം. പഠിച്ചോൻ അതിനെക്കുറിച്ച് അറിയാം, അതുകൊണ്ടാണ് പഠിച്ചോനായത്. അറബിയിൽ മഅരിഫത്ത് എന്നാ പറയാ. നമ്മൾക്കാണ് ചോയ്സ് മുഴുവനും. അതിന് ഇസ്തിഖാറത്ത് എന്നാണ് അറബി പറയാം. അല്ലാതൊരു വിധിയൊന്നുമില്ല. എൻ്റെ അവസരങ്ങളെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ വിധി എന്താണെന്ന് ഞാൻ തീരുമാനിക്കും കേട്ടോ. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാള് ഇവിടെ നമ്മുടെ വല്ലാഞ്ചിറയില്ല ആയുർവേദ ഹോസ്പിറ്റല്, അവിടെ പോയി. അപ്പൊ അവളോട് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഒഴിച്ചിൽ വേണം എന്ന് പറഞ്ഞു. ഒഴിച്ചിൽ വേണമെന്ന് ഡോക്ടർ 2 വരിയിൽ എഴുതി അവസാനിപ്പിച്ചു. ഡോക്ടറുടെ പണി കഴിഞ്ഞ് ഇനി 2 ആഴ്ച ഒഴിയേണ്ടതാരാ? അവിടെ 4 ചേച്ചിമാരുണ്ട്, അവരാണ് ഇനി ഒഴിയേണ്ടത്. ഡോക്ടർ ആകെ ചെയ്തത് എന്താണ് 2 വരി. എന്തൊരു സുഖല്ലേ അല്ലേ അല്ലേ? പക്ഷേ ആ 2 വരി എഴുതാൻ ഡോക്ടർ എത്ര രാത്രികൾ ഉറക്കമൊഴിച്ചിട്ടുണ്ടാവും, എത്ര കട്ടിയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും, എത്ര കഠിനമായ പരീക്ഷ എഴുതി പാസ്സായിട്ടുണ്ടാവും, എത്ര തിയറി വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. കഠിനമായ പാതയിലൂടെ കടന്നു വന്ന് വളരെ ടഫായ പരീക്ഷകളെ അഭിമുഖീകരിച്ച് കട്ടിയുള്ള കനമുള്ള പുസ്തകങ്ങൾ വായിച്ച് ഇപ്പോ ഡോക്ടർക്ക് ആടുന്ന കസേരയിലിരുന്ന് 2 വരി എഴുതിയാൽ മതി. പക്ഷേ ഡോക്ടർ ഇങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് ആ താത്തമാരും ചേച്ചിമാരും സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. വിധിയെ കുറ്റം പറയണോ? വിധിയെ കുറ്റം പറയണോ? നിങ്ങളുടെ അച്ഛന് പൈസ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളും ഒരവസരത്തിലും എത്താത്ത ഒരാളായി മാറുന്നുണ്ട് എങ്കിൽ ആരെയാണ് കുറ്റം പറയേണ്ടത്? അച്ഛനെയാണോ കുറ്റം പറയേണ്ടത്? അത് പഴി പറഞ്ഞിരിക്കണോ വേണ്ടത്? നിങ്ങൾക്ക് കിട്ടിയ അറിവ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കഴിവ്, നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങൾ ഉപയോഗിച്ചിട്ട് എത്താവുന്ന അത്രയും ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തും. അതിൻ്റെ ഇടയിൽ ഒരു കുഴിയിലും വീണു പോകാതിരിക്കും. അതാണ് ആവർത്തിച്ച് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന പെൺകുട്ടികളാണ്. നിങ്ങളോടാണ് ഏറ്റവും കൂടുതൽ അത് പറയാനുള്ളത്. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ലോകത്തേക്ക് വന്നതല്ല നിങ്ങൾ. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കല്യാണമല്ല കേട്ടാ. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കല്യാണമല്ല. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് കല്യാണം. അങ്ങനെ പറയാവൂ. ഏതൊരു പുരുഷന്റെയും വിജയത്തിന്റെ പിന്നിൽ ആരുണ്ടാവും? ഒരു സ്ത്രീ ഉണ്ടാവും. ശരിയല്ലേ? ശരിയാ. ഏതൊരു പുരുഷന്റെയും വിജയത്തിന്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ട്. പരാജയത്തിന്റെ പിന്നിൽ ഒന്നിലേറെ സ്ത്രീകളുണ്ട്. പക്ഷേ ഏതൊരു സ്ത്രീയുടെയും വിജയത്തിന്റെ പിന്നിൽ അവൾ തന്നെ കേട്ടാ. അവളുടെ ഉറച്ച നിലപാടുകളായിരിക്കും, അവളുടെ ശക്തമായ നിലപാടുകളായിരിക്കും, പിന്തിരിയാത്ത ആവേശമായിരിക്കും, വേറൊരു കുഴിയിലും വീണുപോകാത്ത ശ്രദ്ധയായിരിക്കും. ആ ശ്രദ്ധയും ജാഗ്രതയും കഠിനമായ ലക്ഷ്യബോധവും നിങ്ങളെ അത് കയ്യിലെത്തുന്നത് വരെ ആവേശഭരിതരാക്കട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.